ഹായ് എവരിവൺ. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചതെന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഞാൻ പറയാണ്, നമ്മുടെ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ അനുസരിക്കാത്ത, അതായത് നമ്മുടെ ന്യൂട്ടനെ അനുസരിക്കാത്ത ഒരു പ്ലാനറ്റ് നമ്മളുടെ സോളാർ സിസ്റ്റത്തിലുണ്ട്. സോ അത് ആരാണെന്ന് നിങ്ങളിപ്പോൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഞാൻ അതിനൊരു ക്ലൂ തരാം. 88 ദിവസം കൊണ്ടാണ് ഈ പ്ലാനറ്റ് നമ്മുടെ സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്ലാനറ്റിന് ആരാണ് എന്താണ് പ്രശ്നം എന്നുള്ളതിന് മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ ഫസ്റ്റ് തിങ് എന്താണ്? ഓർബിറ്റ് ഓഫ് ദ പ്ലാനറ്റ്. അതായത് നമ്മുടെ സൂര്യന് ചുറ്റും അല്ലെങ്കിൽ ഏതൊരു നക്ഷത്രത്തിന് ചുറ്റും ഈ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യുക, ഒരു സർക്കുലർ പാത്താണ് വരയ്ക്കുക. പക്ഷെ ആക്ച്വലി അതെന്താണ്, ഒരു എലിപ്റ്റിക്കൽ പാത്താണ്. സോ ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ പോലെയാണ് നമുക്ക് തോന്നുക. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ സ്റ്റാർ, ഇപ്പോൾ സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാർ ആയിക്കോട്ടെ, ഈ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ പ്ലാനറ്റിൻ്റെത് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പോയിന്റിനെ, ഈ സ്റ്റാറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക, പെരിഹീലിയൻ എന്നാണ് വിളിക്കുക. അതുപോലെ ഏറ്റവും ഫാർദർ ആയിട്ടുള്ള, അതായത് ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ള പോയിന്റിന് നമ്മൾ എന്താ പറയുക, അപ് ഹീലിയൻ എന്നാണ് പറയുക. സോ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നമ്മളുടെ എർത്ത്, നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. സോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഒരു സർക്കുലർ പാത്താണ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു 15 കോടി കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളൊരു എലിപ്റ്റിക്കൽ പാത്താണോ നമ്മുടെ എർത്തിനുള്ളത്? യെസ്, നമ്മുടെ എർത്തിനും എന്താണുള്ളത്, ഒരു എലിപ്റ്റിക്കൽ പാത്താണുള്ളത്. വിച്ച് മീൻസ് എർത്തിൽ നിന്ന് നമ്മുടെ സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു കുറഞ്ഞ ഡിസ്റ്റൻസ് ആയ പെരിഹീലിയനിലേക്കുള്ള ലോവസ്റ്റ് ഡിസ്റ്റൻസും ഉണ്ട്, ഒരു ലാർജർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള അപ് ഹീലിയനിലേക്കുള്ള ഡിസ്റ്റൻസും ഉണ്ട്. സോ നമുക്ക് നോക്കിയാൽ അറിയാം 147 മില്യൺ കിലോമീറ്റർ, അതായത് 14.7 കോടി കിലോമീറ്റർ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഏറ്റവും കൂടിയ ഡിസ്റ്റൻസ് എത്രയാണ്? 152 മില്യൺ കിലോമീറ്റേഴ്സ് അല്ലേ. സോ 15.2, അതായത് 15.2 കോടി കിലോമീറ്റേഴ്സ്. സോ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു 15 കോടി കിലോമീറ്റേഴ്സ് ആണ് നമ്മളുടെ സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കും അല്ലേ. സോ നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, ഒരു ഓർബിറ്റ് ഉണ്ട്, അതൊരു എലിപ്റ്റിക്കൽ പാത്താണ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് തിങ്, റൊട്ടേഷൻ ഓഫ് ഓർബിറ്റ്. സോ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ മാത്രമല്ല കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ്, ആ ഓർബിറ്റ് തന്നെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പോലെ ഈ എലിപ്സ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അതായത് അപ് ഹീലിയൻ പോയിന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പെരിഹീലിയൻ പോയിന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ ആരാണ്? മെർക്കുറിയാണ്. അതായത് 88 ദിവസം കൊണ്ട് നമ്മുടെ സൂര്യനെ വലം വയ്ക്കുന്ന മെർക്കുറിയിലാണ് എന്തുള്ളത്, ഈ ഇഷ്യൂ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ഉള്ളത് ആർക്കാണ്? മെർക്കുറിയിലാണ്. സോ എന്താണ് കാര്യം നമുക്ക് നോക്കാം. സോ ദർ വാസ് എ അബ്നോർമൽ ഷിഫ്റ്റ് ഇൻ പെരിഹീലിയൻ ഷിഫ്റ്റ് ഇൻ മെർക്കുറി. സോ നമ്മൾ പഠിച്ചു, നമുക്കൊരു ഓർബിറ്റ് ഉണ്ട്, അതിനൊരു പെരിഹീലിയൻ അപ് ഹീലിയൻ പോയിന്റ് ഉണ്ട്, അതുപോലെ ഈ ഓർബിറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഈ ഓർബിറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെരിഹീലിയൻ പോയിന്റ് എന്ത് ചെയ്യും, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരും. സോ ആ ഷിഫ്റ്റിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചിട്ട് എന്ത് പറ്റില്ല, ആ ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ആ പോയിന്റിന്റെ ഷിഫ്റ്റിനെ നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എത്രയാണ് അവിടെ ഒരു ചേഞ്ച് ഉള്ളത് നമുക്ക് നോക്കാം. There is a discrepancy of 43 arc seconds per century in the precession of Mercury's orbit. അതായത് മെർക്കുറിയുടെ ഓർബിറ്റിലെ പെരിഹീലിയൻ പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു സെഞ്ചുറി, അതായത് ഒരു 100 വർഷത്തിനുള്ളിൽ എന്താണ് 43 ആർക്ക് സെക്കൻഡിൻ്റെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ആർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫുൾ സർക്കിളിൽ 360 ഡിഗ്രി ആണുള്ളത്. സോ അതിൽ നമ്മളൊരു 1 ഡിഗ്രി എടുത്താൽ അതൊരു 60 മിനിറ്റ് ആണ്. ഒരു ഡിഗ്രീനെ നമുക്ക് എന്ത് ചെയ്യാം, 60 മിനിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതുപോലെ ഒരു മിനിറ്റ് എന്താണ്, 60 സെക്കൻഡ് ആണ്. സോ ഒരു ആർക്ക് സെക്കൻഡ് അല്ലെങ്കിൽ 1/3600 ഓഫ് എ ഡിഗ്രി ചേഞ്ച്, അല്ലെങ്കിൽ 43 ആർക്ക് സെക്കൻഡ് ചേഞ്ച് എന്ത് വരുന്നുണ്ട്, ഒരു സെഞ്ചുറിയിൽ നമ്മളുടെ മെർക്കുറിയുടെ ഷിഫ്റ്റിൽ വരുന്നുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇത് വളരെ ചെറിയൊരു വാല്യൂ അല്ലേ എന്ന്. പക്ഷെ ആക്ച്വലി എന്താണ്, നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഈ ഷിഫ്റ്റിൽ ഈ ചേഞ്ച് വരരുത്, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ശ്രമിക്കുക, നമുക്ക് ഉള്ള വാല്യൂസ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തിയറീസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. സോ ഫസ്റ്റ് തിങ്, assuming there was a certain amount of dust between sun and mercury. സോ സണ്ണിനും മെർക്കുറിക്കും ഇടയ്ക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അസംഷൻ. രണ്ടാമത്തെ എന്താണ്? വെരി സ്ലൈറ്റ് ഡീഫോർമേഷൻ ഓഫ് സൺ ഡ്യൂ ടു ഇറ്റ്സ് റൊട്ടേഷൻ. സോ നമുക്കറിയാം നമ്മുടെ സണ്ണും എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അതിനെ ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് എടുക്കാതെ അതിൻ്റെ റൊട്ടേഷൻ കൊണ്ട് അതിൻ്റെ ഷേപ്പിനൊരു ചേഞ്ച് വരുന്നത് കൊണ്ടാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഒരു ചേഞ്ച് വരുന്നതും ഈ ഷിഫ്റ്റ് വരുന്നതാണ് രണ്ടാമത്തെ ഒരു അസംഷൻ. തേർഡ് വൺ എന്താണ്? ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ ദ എഫക്ട്സ് ഫ്രം അതർ പ്ലാനറ്റ്സ്. സോ നമുക്കറിയാം ഏത് രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ മറ്റ് പ്ലാനറ്റുകളുടെ ഒക്കെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ് ഈ ഷിഫ്റ്റ് വരുന്നതെന്നുള്ള വേറൊരു അസംഷൻ. ഫോർത്ത് വൺ എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് എ സ്മോൾ പ്ലാനറ്റ് ബിറ്റ്വീൻ സൺ ആൻഡ് മെർക്കുറി. നമ്മുടെ സൂര്യനും നമ്മുടെ ഫസ്റ്റ് പ്ലാനറ്റ് ആയിട്ടുള്ള ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയുടെ ഇടയിൽ വേറൊരു സ്മോൾ പ്ലാനറ്റും കൂടി ഉണ്ടായിരുന്നുള്ളായിരുന്നു മറ്റൊരു അസംഷൻ. സോ അതിനുവേണ്ടി ഒരുപാട് കാലം എന്ത് ചെയ്തിരുന്നു? സയൻറ്റിസ്റ്റുകൾ സെർച്ച് ചെയ്തിരുന്നു. സോ അതിനൊന്നും എന്തില്ല, എവിഡൻസ് വന്നിട്ടില്ല. സോ ബട്ട് നൺ വേർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഒബ്സർവേഷൻ. സോ ഈ പോയിന്റ്സ് ഒന്നും എന്തല്ല ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷൻ അനുസരിച്ച് നമുക്ക് റിസൾട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നോ എവിഡൻസ് ഓഫ് ഡസ്റ്റ്. അതായത് സണ്ണിനും മെർക്കുറിക്കും ഇടയ്ക്ക് എന്തില്ല, ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിന് എന്ത് കിട്ടിയിട്ടില്ല, ഒരു തെളിവ് വന്നിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? സോ ട്രൂത്ത് ഫോർ നൗ, അല്ലെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്കറിയാം ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണല്ലേ. സോ അദ്ദേഹം കണ്ടുപിടിച്ച ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ചിട്ട് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി? ഈ നമ്മളുടെ മെർക്കുറിക്ക് ഒരു സെഞ്ചുറീൻ്റെ ഉള്ളിൽ 43 ആർക്ക് സെക്കൻഡ് ഷിഫ്റ്റ് വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഏതിലൂടെയാണ്? ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. സോ നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് പുറമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? നമ്മളുടെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ. അതായത് നമ്മുടെ ഇൻ എ കേർവ്ഡ് സ്പേസ് ടൈം എ പ്ലാനറ്റ് ഡസ് നോട്ട് ഓർബിറ്റ് ദ സൺ ഇൻ എ സ്റ്റാറ്റിക് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആസ് ഇൻ ന്യൂട്ടൺസ് തിയറി. സോ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ് ചെയ്യാത്ത ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ അല്ല എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റിയൽ കേസ് സെനാരിയോയിൽ അല്ലെങ്കിൽ നമ്മളെ റിയൽ വേൾഡിൽ നമ്മളെ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത്. റാദർ ദ ഓർബിറ്റ് ഈസ് ഒബ്ലീഗ് ടു പ്രസസ് ബിക്കോസ് ഓഫ് ദ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ ഒരു മാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈം എന്ത് ചെയ്യും? കർവ് ചെയ്യും. സോ ഇതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റ്. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? നമ്മുടെ മെർക്കുറിയുടെ പെരിഹീലിയൻ്റെ പ്രസഷൻ അല്ലെങ്കിൽ ആ ഷിഫ്റ്റിലുള്ള അബ്നോർമാലിറ്റി. സോ നിങ്ങളുടെ ഫിസിക്സ് എന്തൂസിയാസ്റ്റ് ആയുള്ള ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെതിരാണെന്ന് പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ഡൗൺ ചെയ്യുക.